മൂന്ന് ബഹുമുഖമായിട്ടുള്ള നിലപാടുകളും തന്ത്രങ്ങളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സർക്കാരിന്റെ തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രചരണവും ബോധവൽക്കരണവും സമരവും നമ്മൾ നടത്തണം. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തങ്ങൾ പറഞ്ഞു, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഞെരിച്ചു കൊല്ലുന്ന ഒരു രീതി CPM സ്വീകരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും സഹായം ചെയ്തൊരു കാലം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലമായിരുന്നു. അഥവാ MK മുനീർ സാഹിബ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ തദ്ദേശ ഭരണ വകുപ്പ് കൈകാര്യം ചെയ്ത കാലമായിരുന്നു. എന്നാൽ ഇപ്പോ പദ്ധതികൾ വെട്ടിക്കുറക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. ലാപ്സാക്ക് ഫണ്ടുകൾ ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാന ഘട്ടത്തിൽ നൽകിയതിന്റെ പിറ്റേന്ന് നിലയിൽ ഈ വിഷയത്തെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും, പ്രത്യേകിച്ച് ഇത് നമ്മുടെ കുറ്റം കൊണ്ടല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താനും, വികസന പ്രവർത്തനം നടക്കാതിരിക്കുമ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളെ കുറ്റപ്പെടുത്തുക അതാത് പ്രാദേശിക ഗവൺമെന്റുകളെയാണ്. കുളച്ചേരി പോലുള്ള ഒരു പഞ്ചായത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എങ്കിൽ അത് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളിലേക്കാണ് അതിന്റെ കുന്തമുന വരിക. പക്ഷെ നമ്മളല്ല യഥാർത്ഥ ഉത്തരവാദികൾ. അതിന് ഉത്തരവാദികൾ കേരള സർക്കാരാണ്. ആ സർക്കാരിന്റെ തെറ്റായിട്ടുള്ള നയങ്ങളും നിലപാടുകളാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ, അതിനനുസരിച്ച് സർക്കാരിന്റെ തെറ്റ് തിരുത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കർമ്മപരിപാടികളും നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു പൊതു നിലപാട് ഇന്നലെ UDFന്റെ സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ മേഖലയിൽ ശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ വേണം, പ്രക്ഷോഭ പരിപാടികൾ വേണം. അതിനൊക്കെ സമയബന്ധിതമായി പാർട്ടിയും മുന്നണിയും രൂപം നൽകും. ആ കൂട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു സമീപന രീതിയെക്കുറിച്ചും നമ്മൾ ഇന്നലെ ചർച്ചയുണ്ടായി.